നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഈ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് സ്കൂളിലൊന്നും ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമാകുമല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഹെൽപ്പ് തന്നത് അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ജീവനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേര് നമ്മളെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടാകും, നമ്മൾ യൂട്യൂബിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പല മുഖങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ പറയുന്നുണ്ട്. പല വാക്കുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പല വീഡിയോസും കാണുമ്പോൾ ഇവർ പറയുന്ന പല വാക്കുകൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഇക്വിറ്റിയോ, അതെന്ത് സാധനമോ? ഇങ്ങനെയുള്ള ചിന്തയാണ് മനസ്സിലൂടെ പോകുന്നത്. അപ്പം വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നി. കാരണം നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്, എല്ലാവരും അത് ഡിസേർവ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ജീവനോട് ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ജീവന് പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്ത ആളാണ്.